Hi, I am Rogis Jose, Managing Director of Alpha Academy. 2021 വിവിധ എൻട്രൻസ് പരീക്ഷകളെക്കുറിച്ചൊക്കെ നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രാധാന്യമായി മെഡിക്കൽ സെക്ടറിലെയും എഞ്ചിനീയറിംഗ് സെക്ടറിലെയും എൻട്രൻസ് എക്സാമിനേഷൻസ്. മെഡിക്കൽ സെക്ടറിലെ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ നീറ്റ് എക്സാമിനേഷൻ, കീം എക്സാമിനേഷൻ, അതേപോലെ എഞ്ചിനീയറിംഗ് സെക്ടറിലെ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ JEE എക്സാമിനേഷൻ, കുസാറ്റ് എക്സാമിനേഷൻ, കീം എക്സാമിനേഷൻ, നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ എക്സാമിനേഷൻ, ഇന്ത്യൻ റെയിൽവേയുടെ എക്സാമിനേഷൻ, ഇതേപോലെ വിവിധ എൻട്രൻസ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് +2 സയൻസ് സ്ട്രീം എടുത്ത് പഠിക്കുകയോ അല്ലെങ്കിൽ +2 സയൻസ് സ്ട്രീം എടുത്ത് പഠിച്ച് കഴിയുകയോ ചെയ്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 2021 ഓരോ പരീക്ഷകൾക്കും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് വേണം നമ്മൾ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാനും അതേപോലെ എക്സാമിനേഷന് ശേഷമുള്ള റാങ്കുകളിലൂടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുത്ത് മികച്ച ക്യാമ്പസുകൾ ഓരോ വിദ്യാർത്ഥികളും നേടിയെടുക്കാൻ. എൻട്രൻസ് എക്സാമിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ നോട്ടിഫിക്കേഷൻസ് ഗവൺമെൻറ് പബ്ലിഷ് ചെയ്യുന്ന ഓരോ മൊമെൻറ്റിലും കൃത്യമായി വിദ്യാർത്ഥികളിലേക്കും രക്ഷിതാക്കളിലേക്കും എത്തിക്കാൻ നിങ്ങളോടൊപ്പം ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. ആ പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് സഹായിക്കുകയും ചെയ്യും. നമുക്ക് ഇന്നേ ദിവസം കീം എക്സാമിനേഷനെ കുറിച്ച് വിശദമായിട്ടൊന്ന് മനസ്സിലാക്കാം. കീം എക്സാമിനേഷന് എൻട്രൻസ് കമ്മീഷണർ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ ആപ്ലിക്കേഷൻ പ്രോസസ്സിങ്ങിൽ കൃത്യമായി പങ്കെടുക്കാൻ നമ്മൾ കരുതിയിരിക്കേണ്ട സർട്ടിഫിക്കറ്റുകളെക്കുറിച്ചും വിശദമായിട്ടൊന്ന് മനസ്സിലാക്കാം. കീം എക്സാമിനേഷൻ എന്ന് പറയുന്നത് കേരള എൻട്രൻസ് കമ്മീഷൻ നടത്തുന്ന എക്സാമിനേഷനാണ്. ആ കീം എക്സാമിനേഷൻ ത്രൂ 4 സെക്ടറിലേക്കാണ് അഡ്മിഷൻ പ്രോസസ്സിംഗ് നടക്കുക. ഫസ്റ്റ് വൺ കേരള എഞ്ചിനീയറിംഗ്, കേരളത്തിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള ഒരു അഡ്മിഷൻ. അതിനു വേണ്ടിയിട്ട് കീമിൻ്റെ 2 പേപ്പറുള്ള പരീക്ഷ നമ്മൾ എഴുതേണ്ടത്. ഫസ്റ്റ് വൺ പേപ്പർ എന്ന് പറയുന്നത് ഫിസിക്സും കെമിസ്ട്രിയും കൂടെ ചേർത്തിട്ടുള്ള പേപ്പർ 1 എക്സാമിനേഷനും പേപ്പർ 2 ആയിട്ടുള്ള മാത്സ് എക്സാമിനേഷനും. ഇങ്ങനെ എഞ്ചിനീയറിങ്ങിന് വേണ്ടിയിട്ട് കീമിൻ്റെ എക്സാമിനേഷൻ എഴുതി അതിൽ നിന്ന് കിട്ടുന്ന റാങ്കിലൂടെയാണ് നമുക്ക് കേരളത്തിലുള്ള എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലേക്കും, അത് ഗവൺമെൻറ് സെക്ടർ ആവട്ടെ സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആവട്ടെ, എല്ലാ ക്യാമ്പസിലേക്കും അഡ്മിഷൻ ലഭിക്കുന്നത് കീമിൻ്റെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ ത്രൂ ആണ്. ഇനി അതേപോലെ തന്നെ കീമിൻ ത്രൂ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് B.Pharm കോഴ്സിലേക്ക് അഡ്മിഷൻ ലഭിക്കുക. B.Pharm കോഴ്സിന് അഡ്മിഷൻ ലഭിക്കാനായിട്ട് ഈ എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ്റെ പേപ്പർ 1 ഫിസിക്സ് കെമിസ്ട്രി എക്സാമിനേഷൻ മാത്രം എഴുതിയാൽ മതിയാവും. ഫിസിക്സ് കെമിസ്ട്രി എക്സാമിനേഷൻ എഴുതുന്നതിലൂടെ അതിൻ്റെ റാങ്കിലൂടെയാണ് നമുക്ക് B.Pharm കോഴ്സിന് കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കുക. മൂന്നാമതായിട്ട് കീമിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിലൂടെയാണ് ആർക്കിടെക്റ്റ് കോഴ്സിന് നമുക്ക് അഡ്മിഷൻ ലഭിക്കുക. ഈ ആർക്കിടെക്റ്റ് കോഴ്സിന് അഡ്മിഷൻ ലഭിക്കാൻ കീമിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും അതിനോടൊപ്പം നാറ്റ എൻട്രൻസ് എക്സാമിനേഷൻ നമ്മൾ എഴുതുകയും വേണം. നാലാമതായിട്ട് കീമിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും എക്സാമിനേഷൻ എഴുതുകയും ചെയ്യേണ്ടാത്ത ഒരു പ്രോസസ്സിംഗ് ആണ് കീം മെഡിക്കൽ സെക്ടർ. അപ്പോൾ നമ്മൾ കീമിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം മെഡിക്കൽ സെക്ടറിൽ ഏത് എക്സാമാണ് എഴുതേണ്ടത്? നീറ്റ് എക്സാമിനേഷൻ. നീറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ലെവലിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന എക്സാമിനേഷനാണ്. ആ എക്സാമിനേഷൻ എഴുതി കഴിയുമ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും NCERT ടെക്സ്റ്റ് ബുക്ക് നന്നായി പഠിച്ച് എഴുതേണ്ടി വരുന്ന നീറ്റ് എക്സാമിനേഷൻ. ആ നീറ്റ് എക്സാമിനേഷൻ്റെ റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ് ഓൾ ഇന്ത്യയിലുള്ള മെഡിക്കൽ സെക്ടറിലെ എല്ലാ കോഴ്സുകളും എന്ന് പറയുമ്പോൾ MBBSൻ്റെയും BDSൻ്റെയും ഓൾ ഇന്ത്യയിലുള്ള എല്ലാ ക്യാമ്പസുകളും, അത് എയിംസ്, AFMC, ജിപ്മർ, ഓൾ ഇന്ത്യ ലെവലുള്ള ഫുൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ്, സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജസ്, ഡീംഡ് യൂണിവേഴ്സിറ്റീസ്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, എല്ലാ ക്യാമ്പസുകളും സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത് ഈ നീറ്റ് എക്സാമിനേഷൻ്റെ റാങ്കിനെ ബേസ് ചെയ്തിട്ട് NTA ആണ്. അതേപോലെ തന്നെ നീറ്റ് എക്സാമിനേഷൻ്റെ സെക്കൻഡ് റാങ്ക് ലിസ്റ്റ് സ്റ്റേറ്റ് വൈസ് ഉള്ളതാണ്. അപ്പോൾ നീറ്റിന് 2 റാങ്ക് ലിസ്റ്റാണ്. ഒന്ന് ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റും രണ്ടാമത്തത് സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റും. ഈ സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് കീമിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത കുട്ടികളുടെ മാത്രമാണ് സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. അങ്ങനെ കീമിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കേരളത്തിലെ സെക്കൻഡ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കുട്ടികൾക്കാണ് MBBSൻ്റെയും BDSൻ്റെയും NTA ഫില്ല് ചെയ്യുന്ന 15% സീറ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 85% കേരളത്തിലെ സീറ്റുകളും അതേപോലെ മെഡിക്കൽ സെക്ടറിലെ ബാക്കി കോഴ്സുകളിലേക്കും. അപ്പോൾ MBBSൻ്റെയും BDSൻ്റെയും 85% സീറ്റും ബാക്കി ഹോമിയോ, ആയുർവേദം, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി ഈ കോഴ്സുകളുടെ മുഴുവൻ സീറ്റുകളും കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് കീമിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും നീറ്റ് എക്സാമിനേഷൻ എഴുതുകയും വേണം.
അങ്ങനെ അത്രയും പ്രാധാന്യത്തോടെ ഈ 4 സെക്ടറിലേക്ക് അഡ്മിഷൻ ലഭിക്കാനായിട്ട് നമ്മൾ എഴുതേണ്ടി വരുന്ന കീം എക്സാമിനേഷന് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ, കേരള എൻട്രൻസ് കമ്മീഷൻ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ckerala.gov.in എന്ന് പറയുന്ന സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ, ആ ആപ്ലിക്കേഷൻ പ്രോസസ്സിങ്ങിന് വേണ്ടി നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട കുറേ സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ തന്നെ കരുതി വെക്കണമെന്ന് എൻട്രൻസ് കമ്മീഷനുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കാനായി നമ്മൾ കരുതി വെക്കേണ്ടത് എന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ കരുതിയിരിക്കേണ്ട സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. ഈ എലിജിബിലിറ്റി എന്ന് പറയുന്നത് 2 രീതിയിൽ വരും. ഒന്ന്, +2 കഴിഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ +2വിൻ്റെ മാർക്ക് ലിസ്റ്റ് ആണ് അവരുടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്. ഇനി +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ +2 കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളത് സ്കൂൾ പ്രിൻസിപ്പളിനെ കൊണ്ട് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്ട്സുകൾ ഉൾപ്പെടെ ആ എൻട്രി ചെയ്തിട്ടുള്ള സെക്കൻഡ് ലാംഗ്വേജ് ഉൾപ്പെടെ എൻട്രി ചെയ്തിട്ടുള്ള കോഴ്സ് സർട്ടിഫിക്കറ്റ് നമ്മൾ എൻട്രൻസ് കമ്മീഷണർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ക്വാളിഫയിങ് എക്സാമിനേഷന് ഞാൻ എലിജിബിൾ ആണ് എന്നുള്ള സർട്ടിഫിക്കറ്റ്, അത് +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാവട്ടെ +2 കഴിഞ്ഞവരാവട്ടെ, ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ കയ്യിൽ ഒന്നാമതായിട്ട് സൂക്ഷിച്ചു വെക്കേണ്ട കാര്യം. രണ്ടാമതായിട്ട് നമ്മൾ വേണ്ടത്, നമ്മൾ കേരളത്തിൻ്റെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. നമ്മളൊരു കേരളൈറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. ഈ നേറ്റിവിറ്റിക്ക് വേണ്ടി നമുക്ക് വേണ്ടി വരുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. ഇനി ബർത്ത് സർട്ടിഫിക്കറ്റിൽ കൃത്യമായ പ്ലേസ് ഉറപ്പുവരുത്തിയിട്ടുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഇനി ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ 10th മാർക്ക് ലിസ്റ്റ്, അത് SSLC ബുക്കോ അല്ലെങ്കിൽ അതേപോലെ 10th ഡോക്യുമെൻറ്റിൽ പ്ലേസ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് നേറ്റിവിറ്റിക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ നേറ്റിവിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് കേരളത്തിലെ ബർത്ത് പ്രൂവ് ചെയ്യുന്ന ബർത്ത് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ 10th ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റിൽ പ്ലേസ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയോ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഇനി ഇങ്ങനല്ലാത്ത സ്റ്റേജിൽ കേരളത്തിൽ 8th ക്ലാസ് മുതൽ 12th ക്ലാസ് വരെ പഠിക്കുകയും പേരൻസ് ആരെങ്കിലും കേരളത്തിൽ ജനിച്ചവരായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടികളെയും കേരളൈറ്റ് ആയിട്ട് പരിഗണിച്ചുകൊണ്ട് കേരളത്തിലെ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ വേണ്ടി കൺസിഡർ ചെയ്യും. അങ്ങനെ കേരളൈറ്റ് ആകാൻ മാറ്റപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുവേണ്ട ഡോക്യുമെൻറ്റ്സ് കയ്യിലുണ്ടാവണം. പേരൻസിൻ്റെ പ്ലേസ് ഓഫ് ബർത്ത് കേരളത്തിലാണെന്ന് പ്രൂവ് ചെയ്യുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകൾ. ഇനി മൂന്നാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത് നോൺ കേരളൈറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. അതർ സ്റ്റേറ്റിൽ ജനിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ 5 വർഷം പഠിച്ചു എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ കോഴ്സുകളിലേക്ക് ഒരു അഡ്മിഷൻ എലിജിബിലിറ്റി നേടാൻ പറ്റുന്ന കേരളൈറ്റിൻ്റെ കാറ്റഗറിയിലേക്ക്. ഇതേപോലെ നമുക്കൊരു കേരളൈറ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് വേണ്ടി വരുന്ന ഡോക്യുമെൻസുകൾ, അത് നോൺ കേരളൈറ്റ് സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ കേരളൈറ്റ് സർട്ടിഫിക്കറ്റുകൾ, ഇതിലേതാണോ ആ സർട്ടിഫിക്കറ്റ് കൃത്യമായി നമ്മുടെ കയ്യിൽ കരുതി വെക്കേണ്ടതാണ്. ഇനി നാലാമതായിട്ട് നമുക്ക് ആവശ്യം വരുന്നത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. ഏത് കമ്മ്യൂണിറ്റിയിലുള്ളവരാണ് നമ്മൾ എന്ന് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്. അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആണെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിലുള്ള സർട്ടിഫിക്കറ്റുകൾ, അല്ലെങ്കിൽ ഈഴവ കമ്മ്യൂണിറ്റി ആണെങ്കിൽ അതിലുള്ള സർട്ടിഫിക്കറ്റ്, മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ അതിലുള്ള കമ്മ്യൂണിറ്റിയിലുള്ള സർട്ടിഫിക്കറ്റ്, SC/ST കാറ്റഗറിയിലുള്ള കുട്ടികളാണെങ്കിൽ അതിൻ്റെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഏത് കാറ്റഗറിയിലുള്ള കുട്ടികളാണെങ്കിലും അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എവിഡൻസ് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ SC/ST കുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് തഹസിൽദാറുടെ കയ്യിൽ നിന്നും, ബാക്കിയുള്ള കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് ഏതാണെങ്കിലും അത് ജനറൽ കാറ്റഗറിയിൽ വരുന്ന കുട്ടികളാണെങ്കിലും റിസർവേഷൻ കിട്ടാത്ത നായർ കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികളാണെങ്കിലും അവരുടെ കമ്മ്യൂണിറ്റി പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾ OEC, OBC അതേപോലുള്ള ഏത് കാറ്റഗറിയിൽ വരുന്ന കുട്ടികളാണെങ്കിലും ആ സർട്ടിഫിക്കറ്റുകളൊക്കെ വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നുമാണ് നമ്മൾ വാങ്ങേണ്ടി വരിക. അപ്പോൾ നമുക്ക് കമ്മ്യൂണിറ്റി പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റാണ് നമ്മുടെ കയ്യിൽ കരുതിയിരിക്കേണ്ട നാലാമത്തെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അഞ്ചാമതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ നോൺ ക്രിമിലെയർ അല്ലെങ്കിൽ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് ആണ്. ഒരു റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ റിസർവേഷൻ എലിജിബിളായി മാറണമെന്നുണ്ടെങ്കിൽ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിൽ ഉണ്ടാവണം. ആ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് നമുക്ക് വാങ്ങേണ്ടത് വില്ലേജ് ഓഫീസിൽ നിന്നാണ്. അപ്പോൾ റിസർവേഷൻ കാറ്റഗറിയിൽ വരികയും ചെയ്യും, എന്നാൽ ഞാൻ നോൺ ക്രിമിലെയർ ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ട ഡോക്യുമെൻസുകൾ വില്ലേജ് ഓഫീസിൽ നിന്ന് നമ്മൾ കൃത്യമായി മേടിച്ചു വയ്ക്കേണ്ടതാണ്. അത് SC/ST കാറ്റഗറിയിൽ വരുന്ന കുട്ടികളാണെങ്കിൽ നമ്മളത് വാങ്ങേണ്ടത് താലൂക്ക് ഓഫീസിൽ നിന്നാണ്. ബാക്കിയുള്ള റിസർവേഷൻ കാറ്റഗറിയിലുള്ള കുട്ടികളൊക്കെ തന്നെ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് വില്ലേജ് ഓഫീസിൽ നിന്നാണ്.
അടുത്തതായിട്ട് നമ്മൾ വാങ്ങേണ്ടത്, ഇപ്പോൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറഞ്ഞു, അതേപോലെ റിസർവേഷൻ കിട്ടുന്ന കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അതേപോലെ ജനറൽ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ്, ഒരു റിസർവേഷനും കിട്ടാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സീറ്റ് റിസർവേഷൻ ലഭിക്കുന്നതിന്, ഫീസ് റിസർവേഷൻ അല്ല, സീറ്റ് റിസർവേഷൻ ലഭിക്കുന്നതിന് നമുക്ക് അർഹമായ EWS സർട്ടിഫിക്കറ്റ്, എക്കണോമിക്കലി വീക്കർ സർട്ടിഫിക്കറ്റ്, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ വിദ്യാർത്ഥിയുടെ ഫാമിലി ഇൻകം ഈ എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ വരുന്ന കൺസിഡറേഷനിൽ വരുന്ന ഒരു കുട്ടിയാണെന്ന് പ്രൂവ് ചെയ്യുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങേണ്ടതുണ്ട്. അപ്പോൾ ജനറൽ കാറ്റഗറിയിലെ കുട്ടികൾക്ക് റിസർവേഷൻ ലഭിക്കുന്നതിന് സീറ്റ് റിസർവേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കേരളത്തിലെ എക്സാമ്പിൾ, കേരളത്തിൽ ടോട്ടൽ 1400 MBBS സീറ്റുകളാണുള്ളെങ്കിൽ അതിൽ 10% 140 സീറ്റ് എക്കണോമിക്കലി വീക്കായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നതാണ്. ലാസ്റ്റ് ഇയറിൽ 2020 നമ്മളൊന്ന് പരിശോധിച്ചാൽ ഏകദേശം 3500-ൽ താഴെ റാങ്ക് വന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ 175ഓളം EWS റാങ്കിൽ വന്നിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ 140-ൽ ഒരാളായി അഡ്മിഷൻ ലഭിക്കാനായിട്ടുള്ള സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എക്കണോമിക്കലി വീക്കായിട്ടുള്ള സെഷനിൽ വരുന്ന കുട്ടികളാണെങ്കിൽ നിർബന്ധമായിട്ടും EWS സർട്ടിഫിക്കറ്റ്, അത് സ്റ്റേറ്റ് വൈസ് ആണെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന്, ഓൾ ഇന്ത്യ ലെവലിലാണെങ്കിൽ താലൂക്ക് ഓഫീസിൽ നിന്ന് വാങ്ങി നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി EWSൻ്റെ വിശദമായ നിയമങ്ങളെക്കുറിച്ച്, അത് സ്റ്റേറ്റ് വൈസ് ഉള്ളതും ഓൾ ഇന്ത്യ വൈസിലുള്ള വിശദമായ നിയമങ്ങളെക്കുറിച്ച് വേറൊരു വീഡിയോയിൽ ആൽഫ യൂട്യൂബ് ചാനലിലൂടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് കാണുന്നതിലൂടെ EWSൻ്റെ വ്യക്തമായ നിയമങ്ങളെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമ്മൾ കരുതി വെക്കേണ്ട വേറൊരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് NRI കോട്ട റിസർവേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥി കേരളത്തിലുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ എഞ്ചിനീയറിംഗ് സെക്ടർ ആവട്ടെ, മെഡിക്കൽ സെക്ടർ ആവട്ടെ, ഈ രണ്ട് സെക്ടറിലെയും NRI സീറ്റിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ കാൻഡിഡേറ്റിൻ്റെ NRI സ്റ്റാറ്റസ് പ്രൂവ് ചെയ്യുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഈ NRI സ്റ്റാറ്റസിന് നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായ NRI സ്റ്റാറ്റസിനെ കുറിച്ചൊരു വീഡിയോ തന്നെ ആൽഫ അക്കാഡമി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ചാനൽ കാണുന്നതിലൂടെ നമ്മൾ കയ്യിൽ കരുതിയിരിക്കേണ്ട സർട്ടിഫിക്കറ്റുകളെക്കുറിച്ചും NRI സ്റ്റാറ്റസിലേക്ക് നമ്മളെ കൺസിഡർ ചെയ്യാനുമുള്ള വിശദമായ വിവരങ്ങൾ ആ ചാനലിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതേപോലെ എൻട്രൻസ് കമ്മീഷണർ ഒരു എൻട്രൻസ് എക്സാമിനേഷന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കരുതിയിരിക്കേണ്ട എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, അതേപോലെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്, NRI സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ അതിനുള്ള സർട്ടിഫിക്കറ്റ്, അതേപോലെ സ്പോർട്സ് കോട്ട, അതേപോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണ്ട സർട്ടിഫിക്കറ്റ്, ഇതേപോലുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം എന്തൊക്കെയാണ് കൃത്യമായിട്ട് നമ്മൾ കരുതിയിരിക്കേണ്ടതെന്ന് എൻട്രൻസ് കമ്മീഷനുടെ സൈറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കോപ്പികളൊക്കെ നമ്മുടെ കയ്യിലെടുത്ത് വയ്ക്കുന്നത് എൻട്രൻസിന് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെ ഈസി ആക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഓരോ വിദ്യാർത്ഥിയും അവരുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്നതും വളരെയധികം സഹായിക്കും. എല്ലാ വിദ്യാർത്ഥികൾക്കും അതേപോലെ ഒരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാവണം. അതേപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയെക്കുറിച്ച് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിന്തിച്ചാൽ മതിയാവും. കാര്യം ഓരോ എക്സാമിനേഷനും പാസ്പോർട്ട് സൈസോ ഫോട്ടോയെക്കുറിച്ചുള്ള ഡയമെൻഷൻസ് ആ എൻട്രൻസ് കമ്മീഷണർ പറയുന്നത് അനുസരിച്ചായിരിക്കും നമ്മൾ എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പാസ്പോർട്ട് സൈസോ ഫോട്ടോ നമ്മൾ നേരത്തെ എടുത്ത് വെക്കേണ്ടത് ആവശ്യമില്ല. പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമുക്ക് എൻട്രൻസ് കമ്മീഷൻ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ഒരു ദിവസം കൊണ്ട് എടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മൾ അക്ഷയ വഴിയോ വില്ലേജ് ഓഫീസിൽ നിന്നോ താലൂക്ക് ഓഫീസിൽ നിന്നോ ഒക്കെ കളക്ട് ചെയ്യേണ്ടതായതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ നേരത്തെ തന്നെ വാങ്ങി വെക്കുക. ഇതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ടത് ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ മേടിച്ച് വെച്ചതിന് ശേഷം നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലും 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റിലും +2ൻ്റെ സർട്ടിഫിക്കറ്റിലും നമ്മൾ മേടിക്കുന്ന ഡോക്യുമെൻറ്റ്സിലും ഒക്കെ സ്പെല്ലിങ്ങുകൾ തെറ്റില്ലാതെ അച്ഛൻ്റെയും അമ്മയുടെയും പേരുകളൊക്കെ കൃത്യമായ രീതിയിൽ മിസ്റ്റേക്ക് ഇല്ലാത്ത രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഇതിനു വേണ്ടിയിട്ടൊക്കെ ലാസ്റ്റ് മൊമെൻറ്റിൽ ഓടി നടന്ന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള സമയം കഴിഞ്ഞു പോകാതെ എൻട്രൻസ് കമ്മീഷൻ്റെ ആപ്ലിക്കേഷൻ സബ്മിഷൻ പ്രോസസ്സിങ്ങിലേക്ക് കൃത്യമായിട്ട് പങ്കെടുക്കാൻ എല്ലാ വിദ്യാർത്ഥികൾക്കും സാധിക്കട്ടെ. ഇനി എൻട്രൻസ് എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ വിദ്യാർത്ഥികൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഏതൊരു എൻട്രൻസ് എക്സാമിനേഷനും NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാത്രമാണ് ചോദിക്കുക. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മെഡിക്കലിനും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, എഞ്ചിനീയറിങ്ങിനും
അപ്പോൾ ഈ 3 സബ്ജക്ട്സ് നന്നായിട്ട് പഠിക്കുന്നതിലൂടെയാണ് ഈ എക്സാമിനേഷൻ എല്ലാം നമുക്ക് എഴുതാൻ സാധിക്കുക. അപ്പോൾ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ പഠിക്കുക. ഓബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ചെയ്യാനും ടൈം ബൗണ്ടഡ് ആയിട്ട് ചെയ്യാനുള്ള മെത്തേഡ്സുകൾ പ്രാക്ടീസ് ചെയ്യുക. കഴിഞ്ഞ 21 വർഷമായി ഏറ്റവും നല്ല വിജയം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിപ്പിച്ച് ട്രെയിനിങ് കൊടുത്ത് അവരുടെ വിജയത്തിലേക്ക് എത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആൽഫ അക്കാഡമി. ആൽഫയിലെ വിവിധ കോഴ്സുകൾ, ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് സിസ്റ്റം, 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കുള്ള ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് സിസ്റ്റത്തിലോ, അല്ലെങ്കിൽ +2 കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് ഏറ്റവും നല്ല വിജയത്തിലേക്ക് നേടാൻ സാധിക്കുന്ന ക്രാഷ് കോഴ്സിലൂടെയോ, അതുമല്ലെങ്കിൽ +2വിന് ശേഷം ഒരു വർഷം എനിക്ക് ഏറ്റവും നല്ലൊരു റാങ്ക് നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഒരു ഇൻറ്റൻസീവ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന റിപ്പീറ്റർ ബാച്ചിലൂടെയോ ഏറ്റവും നല്ലൊരു വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. ഏറ്റവും നല്ലൊരു വിജയം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബെസ്റ്റ് വിഷസ്.